നമ്മളിങ്ങനെ വെറുതെ ബോറടിച്ചിരുന്നാൽ പോയിട്ട് വ്ളോഗ് കൊണ്ടുവരാമെന്ന് വിചാരിച്ചതാണ്. ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പെറ്റ് ആനിമൽസിൽ എന്നെ കാണിക്കുന്നത് ഉണ്ടായിരിക്കണം അവിടെ. നമ്മൾ ആദ്യത്തെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പെറ്റിനെ കാണിക്കാം. എൻ്റെ സ്വന്തം ആനിമൽസ് അല്ല, എനിക്ക് ഇവനോടാണ് ഈ കൂടുതൽ സ്നേഹം. ഇവനാണ്. കണ്ടില്ലെങ്കിൽ എന്നോട് അടുത്ത വീഡിയോ പറഞ്ഞാൽ മതി, ആ വീഡിയോൻ്റെ വേറെ ഒന്നും ഇടാം. ഓക്കെ ഗൈസ്, അവൻ്റെ കൂടാണ്. ഇവിടാണ് അവൻ്റെ കൂടൊന്ന് മാറ്റണമെന്നും പറഞ്ഞിരിക്കുവാണ് ഗൈസ്. കുറച്ച് നാളായി. ഇതാണ് അവൻ്റെ ഇപ്പോഴത്തെ കൂട്. ഇനി കുറച്ച് നാൾ കഴിഞ്ഞാൽ വേറെ നല്ല പെയിൻ്റൊക്കെ അടിച്ച് നല്ല കൂടൊക്കെ വെക്കും. നമ്മൾ ആദ്യത്തെ ആളെ കഴിഞ്ഞാൽ അവൻ്റെ പേര് കൈസറിനാണ്. ഇനി നമ്മൾ ആ സെക്കൻഡാമത്തെ ആളെയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. സെക്കൻഡാമത്തെ ആളെ കൈയടക്കി ഇങ്ങനെ വീഡിയോ വരുന്നുണ്ട്. സെക്കൻഡാമത്തെ ആള് അവിടെ നോക്കട്ടെ. ഇപ്പൊ ഗൈസ് നമ്മുടെ സെക്കൻഡാമത്തെ ആളെ കാണുന്നില്ലല്ലോ ഗൈസ്. നമുക്ക് വേറെ ഇരിക്കുന്നു. ആളറിഞ്ഞിട്ടുണ്ട്. കണ്ട ചെറിയൊരാള് നടക്കുന്നത് കാണല്ലോ. എൻ്റെ അപ്പൂപ്പനാണ്. ഇതാണ് എൻ്റെ ടോമി. ഒരു മിനിറ്റ് ഞാനിപ്പോൾ വരാം. അപ്പോൾ ഗൈസ് നമ്മൾ വന്നിട്ടുണ്ട്. നമുക്കിനി ബാക്കി 3 പേരെ കാണിക്കണം. തപ്പി കണ്ടുപിടിക്കാൻ കുറച്ച് നേരം എടുക്കും. ഒരു മിനിറ്റ് ഗൈസ്, ഇവിടൊക്കെയാണ് കാണുന്നത്. പക്ഷേ അമ്മേരെ എവിടെ പോയി ഗൈസ്? ഇതപ്പം നമുക്ക് അവന്മാരുടെ അടുത്ത് എത്തിയിട്ട് കാണാം. അപ്പം ഒരു 5 മിനിറ്റ് വെയിറ്റ്. അപ്പോൾ ഗൈസ് നമ്മൾ അവരുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഉപ്പൻ്റെ അമ്മൂമ്മയുടെ വീടാണ്. ഗൈസ് നമ്മളെ നേരത്തെ കാണിച്ചിട്ട് നമ്മുടെ ടോമൻ വന്നിട്ടുണ്ട്. എന്താ കാര്യം നോക്കാൻ. ഗൈസ് എൻ്റെ ആദ്യത്തത് കൊണ്ടോന്ന് എന്ത് ഭംഗിയതേ. ഒരു വെള്ള സാധനത്തിന് അങ്ങ് ദൂരത്തുനിന്ന് കൊണ്ട് അടുത്ത് പോയി കാണിച്ചു തരാൻ. കണ്ടോ ഗൈസ്? ഇത് വെള്ള സാധനത്തിന് നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ടോ ഗൈസ്? അതെൻ്റെ ആദ്യത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പൂച്ച. ദേ കിടക്കുന്നു ഗൈസ്. രണ്ടാമതൊന്നും തീറ്റപ്പരാന്തിയാണ്. പെണ്ണാണ് ദേ കിടക്കുന്നത്, തലയെ ഓടിച്ചുകൊണ്ട്. എന്നാലും എനിക്കിഷ്ടമാണ്. അങ്ങനെ നമ്മുടെ ഫൈനൽ ആള് അയാള് റൈസിങ്ങിനാണ് പോകുന്നത്. ഒരു മിനിറ്റ്, വ്യക്തമായിട്ട് കണ്ടോ വയസ്സ്? നടക്കുന്നുണ്ടോ വയസ്സ്? കുണുങ്ങി. ഇതാണ് നമ്മുടെ 4th ആള്. 3rd ആള് പൂച്ചകൾ. വെയിൽ. ഞാൻ അങ്ങോട്ട് താണത്തിലോട്ട് മാറി നിന്നിട്ട് പറയാം. ഇത് ഇപ്പം വേറെ സ്ഥലത്ത് വന്ന് കിടക്കുന്നുണ്ട്. ഞങ്ങളുടെ വീടിൻ്റെ ബാക്കിൽ വന്ന് കിടപ്പുണ്ട്. അല്ല, ആളൊക്കെ എന്നെ പേടിയാണ്. കാരണം വെട്ടി കയറി കണ്ട ഗൈസ്, കണ്ണിന് എന്തൊക്കെയോ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇനി ഞാൻ പരിചയപ്പെടുത്തുന്നത് എൻ്റെ അമ്മേനെയാണ്. എൻ്റെ അമ്മേനെയും കൂടെയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതാണ് ഗൈസ് എൻ്റെ അമ്മൂമ്മ. അപ്പോൾ ഗൈസ് ഇതാണ് ഗൈസ് എൻ്റെ അമ്മൂമ്മ. ഗൈസ് ഇനി എൻ്റെ അമ്മേനെ കാണിക്കാം. ഗൈസ് ഇപ്പം ഇതാണ് ഗൈസ് നമ്മുടെ അമ്മ. എൻ്റെ അമ്മ വർക്കിലാണ്. നമ്മുടെ അച്ഛൻ മേളിൽ നിന്ന് പഠിക്കുവാണ്. കണ്ട് കാണിക്കാൻ പറ്റത്തില്ല. ഇത് ഞാൻ കിടക്കുന്ന ബെഡ്റൂമാണ്. അയ്യോ, പിന്നെ ഇതെന്ന് പറഞ്ഞൊരു G-Wagon മേടിച്ചതാണ്. ഇതാണ് നമ്മുടെ ബെഡ്റൂം. പിന്നെ ഫുൾ ലുക്ക് ഉണ്ടല്ലോ. ഞാൻ ഷർട്ട് എടുത്തിട്ട് ഇട്ടിരുന്നത്. അപ്പം ഗൈസ് എല്ലാവർക്കും ബൈ.
ഗൈസ് നമ്മൾ കഴിഞ്ഞ റോബ്ലോക്സ് വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഇത് നമ്മുടെ ഈ റോബ്ലോക്കിൽ നമ്മുടെ ഗെയിമിംഗ് കുച്ചാവണായിട്ട് ഒന്ന് മൾട്ടിപ്ലെയർ കളിക്കാനായിരുന്നു. അത് ചിലപ്പോൾ അവൻ്റെ വീഡിയോ വരും, ചിലപ്പോൾ എൻ്റെ വീഡിയോ വരും. അപ്പം എല്ലാവർക്കും ബൈ, കട്ട സപ്പോർട്ടൊക്കെ കാണാം ഗൈസ്. ഞാൻ ഇന്നലെ ഒരു വീഡിയോ കൂടി ഇട്ടു, ഇന്ന് ഞാൻ 3 വീഡിയോ ഇടും. ഇപ്പോൾ ഒന്ന് നേരത്തെ ഇട്ടു റോബ്ലോക്സ്, ഇപ്പോൾ ഒന്നിട്ടു. ഇനി നമ്മുടെ സ്വന്തം ഇനിയൊരു യൂട്യൂബറായിട്ടാണ് ഗൈസ് വീഡിയോ ഇടാൻ പോകുന്നത്. നമ്മുടെ ആദർശ് വേൾഡ് ആയിട്ടാണ് ഗൈസ്. എൻ്റെ പുള്ളിക്കാരൻ എൻ്റെ ഫ്രണ്ടാണ്. അപ്പം എല്ലാവർക്കും ബൈ. നമുക്ക് പിന്നെ ആദർശ് വേൾഡ് വന്നിട്ട് അടുത്ത വീഡിയോ കാണാം. അപ്പം എല്ലാവർക്കും ബൈ.